വർഷാവസാനത്തോടെ ഒരു വാൽനക്ഷത്രം ഭൂമിയിലിടിക്കും. ഈ വർഷം ലോക അവസാന ദിനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി മതനേതാവ്. പാകിസ്ഥാനി ആത്മീയ നേതാവും മിസിക്കുമായ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ രചനകളിൽ നിന്നാണ് അന്ത്യദിന മുന്നറിയിപ്പ് ലഭിച്ചത്. വർഷാവസാനത്തോടെ ഒരു വാൽനക്ഷത്രം ഭൂമിയിലിടിക്കുമെന്നാണ് പ്രവചനം പറയുന്നത്. മനുഷ്യരാശി ആത്മീയ സത്യങ്ങളിൽ നിന്ന് വളരെ അകന്നുപോയതിനാലാണ് ദൈവം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഒരു വാൽനക്ഷത്രത്തെ അയക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ പറയുന്നത്. ഗോഹർ ഷാഹി 2000 എഴുതിയ ദി റിലിജിയൻ ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രവചനം ഇപ്രകാരമാണ്: ഒരു വാൽനക്ഷത്രം ഭൂമിയിലേക്ക് പൂർണ്ണനാശത്തിനായി അയച്ചിരിക്കുന്നു. അടുത്ത 20-25 വർഷങ്ങൾക്കുള്ളിൽ ആ വാൽനക്ഷത്രം ഭൂമിയിൽ പതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ ലോകത്തിന്റെ അവസാന ദിവസമായിരിക്കും. ഗോഹർ ഷാഹിയുടെ അനുയായികളുടെ അഭിപ്രായത്തിൽ വരാനിരിക്കുന്ന വാൽനക്ഷത്ര ആക്രമണം വൻ ഭൂകമ്പങ്ങൾ, സുനാമികൾ, വ്യാപകമായ സാമൂഹിക തകർച്ച എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ്. ഇത് നിലവിലെ ലോകക്രമത്തിന്റെ അന്ത്യം കുറിക്കുമെന്നും പറയുന്നു. ആണവായുധങ്ങൾ ഇന്ധനമാക്കുന്ന അനന്തമായ യുദ്ധങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരസ്പരം നിരന്തരമായി നാശം വരുത്തുന്നതും ഉൾപ്പെടെയുള്ള മനുഷ്യരാശിയുടെ ധാർമ്മിക തകർച്ചയിൽ നിന്നാണ് ഈ സ്വർഗീയ വിധി ഉണ്ടായതെന്ന് അനുയായികൾ അവകാശപ്പെടുന്നു. അടുത്ത വർഷമാകാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഭൂമിയെ ഭീഷണിപ്പെടുത്തുമെന്ന് പ്രവചിക്കപ്പെട്ട വസ്തുക്കളെക്കുറിച്ച് നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ഇനിയും ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. ബഹിരാകാശ ശിലയായ അപ്പോഫിസ് ഉൾപ്പെടെ നിരവധി വാൽനക്ഷത്രങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയും അടുത്തിടെ നാസയുടെ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത കുറഞ്ഞ വസ്തുക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. എന്നിരുന്നാലും അവയൊന്നും ഉടൻ ഭൂമിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പുസ്തകം പുറത്തിറങ്ങിയ 1 വർഷത്തിന് ശേഷം 2001 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് ഗോഹർ ഷാഹി ദുരൂഹമായി അപ്രത്യക്ഷനായി. ഇന്ന് 84 വയസ്സ് തികയുന്ന ആത്മീയ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നും നിലവിൽ ലോകത്തിൽ നിന്ന് ഒളിവിലാണെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അന്ത്യദിന വാൽനക്ഷത്രത്തിന്റെ ലക്ഷണങ്ങൾ സൗരയൂഥത്തിൽ ഇതിനകം തന്നെ കണ്ടുകഴിഞ്ഞുവെന്നും ഇതിന്റെ ഒരു ഭാഗം വ്യാഴം ഗ്രഹത്തിൽ പതിച്ചതായും ഗോഹർ ഷാഹി വ്യക്തമാക്കുന്നു. അതേസമയം പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ദൈവനിന്ദയ്ക്ക് കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ 2000 അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും സംഘടനകളും രാജ്യവ്യാപകമായി നിരോധിക്കപ്പെട്ടു.